ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടിട്ട് എവിടെയാണെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ലേ? ഞാനിപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ കാഴ്ച, അതപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കണം തോന്നി. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ കാര്യം വരുന്നുണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് അറിയിക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ വീഡിയോ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം. അടിമാലിലാണ്. അനസ് എന്ന് പറഞ്ഞിട്ട്, അനസ് കുനാരി, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കുറേ ബൈക്കിൻ്റെ കളക്ഷൻ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നത്. നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒരു പ്രോപ്പർ ഗോഡൗൺ സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഇക്കയുടെ കുറേ കളക്ഷൻസാണ്. ഇക്ക ഒരുപാട് വർഷം പഴക്കമുള്ള വണ്ടികൾ തൊട്ടിട്ട് ഇവിടെ നല്ല വില കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഇതിൽ എന്താ ഉള്ളതെന്ന്. പക്ഷേ കോടികളുടെ മുതലുണ്ട്, കോടികളുടെ മുതൽ. ഏറെക്കുറെ 80-ന് മുകളിൽ വിൻറ്റേജ് ബൈക്സ്, വെസ്പ സാധനങ്ങൾ. ഈ വെസ്പ കാണുമ്പോൾ ഓരോ സാധനം നമ്മളെല്ലാം സെയിം ആണെന്നൊക്കെ തോന്നും, പക്ഷെ ഇതിനെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പല സിനിമയിലും ഇക്കയുടെ കളക്ഷൻ എന്നുള്ള വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റവും ചെറിയ വണ്ടി മറ്റേ ബോബി, അതെല്ലാം ഇക്കയുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, പുതിയതായിട്ടൊരു കാറിൻ്റെ കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇക്കയുടെ കയ്യിൽ വണ്ടി മാത്രമല്ല, ഇതിനൊക്കെ വേണ്ട സ്പെയർ പാർട്സ് ഒക്കെ ഇക്കൊക്കെ അധികം പുറത്ത് തപ്പേണ്ട വരുന്നില്ല. ഇക്ക ഇതെല്ലാം പല സ്ഥലത്തു നിന്നായിട്ട് ഇഷ്ടംപോലെ എവിടെ സ്പെയർ കിട്ടിക്കഴിഞ്ഞാലും ഇക്ക ഈ സ്പെയർ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കാനുള്ളതാണ്. ഇതെല്ലാം നല്ല റണ്ണിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് എടുക്കാനുള്ള വണ്ടികളാണ്. ഈ കാണുന്നുണ്ടോ ഈ വണ്ടി? KEE 4626. ഈ വണ്ടി ആക്ച്വലി എന്താ പറയുക, കിങ് ഓഫ് കൊത്തയിൽ നമ്മുടെ ദുൽഖർ ഉപയോഗിച്ച വണ്ടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എക്കേടെ ബോബി ടോയ് വണ്ടി. എങ്ങനെയുണ്ട്? ഇതിന്റെ ഹൈറ്റ് ഉണ്ടോ? എനിക്ക് ആക്ച്വലി എന്താ പറയുക, നല്ല ഹൈറ്റ് കുറവാണ്. ഞാൻ എന്നിട്ടൊക്കെ എൻ്റെ കാല് മറ്റേ സുരേഷ് ഗോപിയൊക്കെ ബുള്ളറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ കാല് വളച്ചിരിക്കില്ലേ, ആ ഒരു കണ്ടീഷനിലാണ് എൻ്റെ കാല് ഈ വണ്ടിയിൽ ഇരിക്കണേ. നമ്മുടെ ബോബി കാണാൻ വേണ്ടി ടിക്കയുടെ തിരക്കകത്തേക്ക് കയറിയപ്പോഴാണ് വീടിൻ്റെ അകത്തിരിക്കുന്ന അടുത്തൊരു കളക്ഷൻ. ഇത് പിച്ചളയുടെ നമ്മുടെ മണ്ണെണ്ണ വിളക്കുകളാണ്. ഇതൊരു 100 മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഇങ്ങനത്തെ കുറേ ക്രേസ് ഉണ്ട്. വിൻറ്റേജ് ആണ് ഇക്കയുടെ മെയിൻ. ഇതിൻ്റെയൊക്കെ വാല്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വരുമെന്ന് ഒട്ടും പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ ഇക്കയുടെ പഴയകാല അക്രമങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ മറ്റൊരു ഐറ്റം, റെയിൻബോ ലോറി കിറ്റ്. എൻ്റെ പേര് നല്ല വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇക്കയുടെ പെറ്റാണ്. ഇതൊന്നും ഇക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചേക്കണമല്ല കേട്ടോ. ഇതെല്ലാം ഇക്കയുടെ ഇഷ്ടങ്ങൾ, ഇക്കയുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. കടിച്ച് കൊല്ലുകയാണ്. ബാബാ എങ്ങനെയുണ്ട് സംഭവം? ഇക്കടെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ഷെഡൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം സൂക്ഷിച്ചേക്കാനാണ്. ആ കളക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷെ ഇപ്പോൾ കണ്ടത് മാത്രമല്ല, വേറെയും ഒരു മാരക ഐറ്റം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അടുത്ത മാരക ഐറ്റം, ഫിയറ്റ് ടോപ്പോളിനോ. ഇതൊരു ഏകദേശം 1950-51 കാലഘട്ടത്തിൽ ഉള്ള സാധനമാണ്. ഇതിപ്പോൾ ഓൺ ടെസ്റ്റ് പർപ്പസിലാണ് ഇക്ക റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെന്തായാലും ഒന്നുകൂടെ വീഡിയോ കവർ ചെയ്യും. പൊളി ഐറ്റം കേട്ടോ. എന്തായാലും ഇത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കാണാൻ കിട്ടുമെന്ന് പോലും അറിയില്ല. ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, പണ്ട് ദേവികുളത്ത് ഈ സാധനം ഇങ്ങനൊരു വണ്ടി അവിടെ കിടക്കുന്നേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴറിഞ്ഞ ഇക്ക ഇത് അവിടെ കൊണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ ഇട്ടിരുന്നതാണ്. ആ സമയത്താണ് ഞാൻ കണ്ടത്. അതല്ലാതെ വേറെ വണ്ടിയൊന്നും ഉള്ളതായിട്ട് യാതൊരു അറിവുമില്ല. അതുപോലെ തന്നെ അടുത്തൊരു ഐറ്റമാണ് ടൊയോറ്റ സ്റ്റാർലൈറ്റ്. ഇത് ഞാനൊക്കെ ജനിക്കുന്ന 1994-ലാണ്. എന്നേക്കാൾ പഴക്കമുള്ള വണ്ടിയാണിത്. ഈ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുമോ, എന്താ പറയുക, 92 മോഡൽ വണ്ടിയാണെന്ന്. ഡീസൽ എഞ്ചിനാണ്.
ഇതിൽ ആക്ച്വലി ഞാൻ ഇക്കയുടെ കൂടെ കുറച്ച് ചെറിയ ദൂരമൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടാണ്. ഇതിലിപ്പോൾ ഡബിൾ ഡോറാണ് വരുന്നത്. ഫ്രണ്ടിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഒരു ഡോറല്ലാതെ ബാക്കിലേക്ക് കയറാനായിട്ട് വേറെ ഡോറൊന്നുമില്ല. ആക്ച്വലി ബാക്കിൽ സീറ്റ് ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഫ്രണ്ടിൽ കൂടെ തന്നെ വേണം നമുക്ക് കയറാനായിട്ട്. പൊളി ഐറ്റമാണ്, നല്ല മൈലേജാണ്. ലോങ് ട്രിപ്പൊക്കെ പോകുന്നത്. എനിക്കത് കൊണ്ട് ബാംഗ്ലൂരൊക്കെ അടുത്ത് പോയിട്ടൊന്നും ഞാൻ അറിഞ്ഞത്. ഏറെക്കുറെ 23-24 ഒക്കെയാണ് അതിൻ്റെ മൈലേജൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു വലിയൊരു പ്രൊജക്റ്റ് ഇത് ഉണ്ടാവും, ഇതിൻ്റെ പുറകെ ഉടനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ഉടനെ തന്നെ ഉണ്ടാവും എന്നറിയില്ല, എന്തായാലും ഒക്കെ ഒരു വലിയ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വണ്ടികളൊക്കെ ഇപ്പോൾ ഇരിക്കണ ഇക്കയുടെ വീട്ടിലും ഒക്കെ ഒരു ചെറിയൊരു ഗോഡൗൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് ഇതെല്ലാം വെച്ചേക്കുന്നത്. ഇതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു മ്യൂസിയം പോലൊരു പ്രൊജക്റ്റ് മൂന്നാറിലേക്ക് വരുന്ന വഴിക്ക് ഇക്ക പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വണ്ടി റെഡിയാക്കിയതിന് ശേഷം ഇതവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇത് കയറി കാണാനും ഇതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനുള്ള അവസരങ്ങളുണ്ടാവും. അപ്പോൾ എന്താ പറയുക, അത് റെഡിയായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, പറ്റുന്നത്രയും സപ്പോർട്ട് ചെയ്യുക. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബെല്ലൈക്കനും ഞെക്കി പൊട്ടിക്കുക. താങ്ക് യു.